നിതിന്റെ പിതാവ് ശ്രീരാജൻ ചേരുന്നുണ്ട് എൻകൗണ്ടറിൽ ഇപ്പോൾ നമുക്കൊപ്പം. ശ്രീരാജൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ താങ്കൾക്ക്? ഇന്നിപ്പോൾ പല കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആശ്വാസകരമായ ഇടപെടൽ എവിടെ നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ പരാതിയുടെ കാര്യം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ കാര്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഒന്ന് പറയാൻ സാധിക്കുമോ? കാരണം ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത് പോരാ. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെ ഒരു കോടതി പോലും വെറുതെ വിടാതെ എല്ലാവിധ നിയമത്തിൻ്റെ പഴുതുകളും ഉപയോഗിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുവന്ന് തക്കതായ ശിക്ഷകൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു പാലക്കാട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ. അദ്ദേഹത്തെ മൃഗീയമായി അടിച്ചു കെട്ടി കൊലപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കാതെ ആ പ്രതികൾ ഇപ്പോൾ പരീക്ഷ എഴുതാനുള്ള തിരക്കിലാണ്. അപ്പോൾ ആ സംവിധാനങ്ങളൊന്നും വരാതെ മറ്റുള്ള എല്ലാ പഴുതുകളും അടച്ച് ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷകൾ വാങ്ങിക്കൊടുക്കുകയും ഈ കോളേജിൻ്റെ അംഗീകാരം ക്യാൻസൽ ചെയ്ത് ഇവിടെ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ BDS വിദ്യാർത്ഥികളെ വേറെ കോളേജുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരണം. തീർച്ചയായും ശ്രീരാജൻ, നിങ്ങളുടെ ആ വലിയ പ്രതിഷേധമാണ്, വലിയൊരു ആവശ്യമാണ്. അതിനോടൊപ്പം എല്ലാവരും ഉണ്ട് എന്നത് ആദ്യം തന്നെ പറയട്ടെ. നോക്കൂ, ഇന്നിപ്പോൾ പ്രധാനമായും ഈ ലോൺ ആപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ? എന്തായിരുന്നു അത് ഉണ്ടായിരുന്നതെന്ന്? വിശദീകരിക്കാം. എനിക്ക് കൂലിപ്പണിയാണ് ജോലി. അപ്പോൾ ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും അവൻ്റെ പഠിത്താവശ്യത്തിനും ആപ്പ് ലോണുകൾ എടുത്ത് അത് അടച്ചുകൊണ്ടിരിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. അത് അവൻ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഞങ്ങൾക്കത് എടുക്കാൻ അറിഞ്ഞുകൂടാ. അതിൽ OTP നമ്പറൊക്കെ സെക്കൻഡുകൾക്കകമാണ് വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചുകൊണ്ട് അവൻ എടുത്തിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനും അവൻ്റെ ആവശ്യത്തിനും ഞങ്ങൾക്ക് അവൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരും. ഇതെല്ലാം ഞങ്ങൾ അവൻ്റെ ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിന് വീട് വാടകയാണ് എല്ലാം വിനിയോഗിക്കും. എന്നിട്ട് ഞാനിതിൻ്റെ അടവ് ഒരാഴ്ചയിലല്ലേ ഒരു മാസമായിരിക്കും. അപ്പോൾ ഞാനാണ് അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആപ്പ് ലോൺ എടുത്തിട്ടുണ്ട്, അതയക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇവൻ്റെ അമ്മ 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഒരുപാട് കാശിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അടവ് മുടങ്ങി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഈ അടവ് മുടങ്ങിയപ്പോൾ ടീച്ചറുടെ നമ്പറിലേക്ക് എങ്ങനെയാണ് കോൾ പോയത്? അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നോ നിതിൻ? ഇല്ല, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പേര് ലത എന്നാണ്. ഈ ലത എന്നുള്ള ലതാ മേഡത്തിന്റെ കോളിലോട്ട് പോയി എന്നാണ് പറയുന്നത്. അച്ഛൻ അത് എപ്പോഴാണ് അറിഞ്ഞത്? ഈ ടീച്ചറിന്റെ ഫോണിലേക്ക് പോയി എന്നുള്ളത് അച്ഛൻ അതിനെക്കുറിച്ച് എപ്പോഴാണ് അറിഞ്ഞത്? ഇവരുടെ ആക്സിഡന്റ് ഉണ്ടായ ശേഷമാണ് അത് ഞാൻ അറിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ ഈ കോളേജിൽ എൻ്റെയും എൻ്റെ മരുമക്കളുടെയും മക്കളുടെയും എൻ്റെ മോൻ്റെ അമ്മയുടെയും നമ്പറുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ആരെങ്കിലും ജസ്റ്റ് ഒരു നിമിഷം ഞങ്ങൾക്കിതേപോലെ ആപ്പ് ലോൺ മുടങ്ങിക്കിടക്കുന്നു, അതിൻ്റെ ലോൺ അടയ്ക്കാനുള്ള ഉദ്ദേശം വരികയാണ്, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പറഞ്ഞായിരുന്നെങ്കിലും ഞാൻ അടയ്ക്കുമായിരുന്നല്ലോ. എൻ്റെ മോനെ കൊലപാതക കുറ്റം ചുമത്തി കൊല്ലേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അവരെ ഇതുവരെയും വിളിച്ചില്ലല്ലോ. അവൻ്റെ രക്ഷകർത്താക്കൾ ഞങ്ങളല്ലേ. പക്ഷെ അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അവരത് ചെയ്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.